ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമ്മൾ GST രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പറാണ് GSTIN നമ്പർ, GST ഐഡന്റിഫിക്കേഷൻ നമ്പർ അല്ലേ. ഈ GST ഐഡന്റിഫിക്കേഷൻ നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫോർമാറ്റിലാണത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇവിടെ കേരളത്തിലെ GSTIN നമ്പർ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട്സ് 32. ഫസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് അതിന്റെ സ്റ്റേറ്റ് കോഡാണ്. 32ലാണ് കേരളത്തിലെ GSTIN നമ്പർ ഒക്കെ സ്റ്റാർട്ടിങ് വരിക. അപ്പോൾ ഫോർ എക്സാമ്പിൾ തമിഴ്നാടാണെങ്കിൽ 33. അങ്ങനെ ഓരോ സ്റ്റേറ്റിനും ഓരോ 2 ഡിജിറ്റ് കോഡ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത 10 ഡിജിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ പാൻ കാർഡ് നമ്പറാണ്. പാൻ കാർഡ്, ആ 10 ഡിജിറ്റ് പാൻ കാർഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് 2 ഡിജിറ്റ് സ്റ്റേറ്റ് കോഡ്, പിന്നത്തെ 10 ഡിജിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാൻ കാർഡ് നമ്പറാണ്. 13ാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഈ പാൻ കാർഡിന് അഗേൻസ്റ്റ് ആ സ്റ്റേറ്റിൽ എത്രാമത്തെ രജിസ്ട്രേഷൻ ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, 1 ആണെങ്കിൽ 1ാമത്തെ രജിസ്ട്രേഷൻ ആണ്, 2 ആണെങ്കിൽ 2 രജിസ്ട്രേഷൻ ഉണ്ട്, അങ്ങനെയാണ് കാണിക്കുക. ആ പാൻ കാർഡിന് അഗേൻസ്റ്റ് എത്ര രജിസ്ട്രേഷൻ ഉണ്ട് എന്നുള്ളതാണ് 13ാമത്തെ ഡിജിറ്റ് കാണിക്കുക. 14ാമത്തെ ഡിജിറ്റ് Z എന്നുള്ളൊരു ഡിഫോൾട്ട് ഡിജിറ്റ് ആണ് 14ാമത്തെ ഡിജിറ്റ് വരുന്നത്. 15ാമത്തെ ഡിജിറ്റ് ചെക്സം നമ്പർ എന്ന് പറയും. അതൊരു എന്താ പറയുക, ആൽഫബറ്റിക്കൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ റാൻഡം നമ്പർ ആയിരിക്കും. അങ്ങനെ 15 നമ്പറാണ് നമ്മുടെ GSTIN നമ്പറിൽ ടോട്ടൽ വരുന്നത്. അതിന്റെ സ്പ്ലിറ്റപ്പ് ഇങ്ങനെയാണ് വരുന്നത്.